ഈ താരസംഘടന അമ്മയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇന്നലെ നാല് നടിമാർ അല്ലേ, നാല് നടിമാർ സംഘടനയിലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു. അൻസിബ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകാനൊക്കെ എത്തിയിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഉള്ള പുതിയ അപ്ഡേറ്റുകളിൽ നിന്നും തുടങ്ങുകയാണ് നമ്മൾ ഹലോ മലയാളത്തിന്റെ ഈ മണിക്കൂറിൽ. മലയാള സിനിമയിലെ സ്വാധീനമുള്ള ഒരു പവർ ഗ്രൂപ്പിനെതിരെയാണ് തന്റെ പോരാട്ടം എന്നാണ് ശ്വേത മേനൻ പറയുന്നത്. ചില കുറ്റാരോപിതർ സാമ്പത്തിക തിരിമറി നടത്തിയതായി ശ്വേത ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ആരോപിക്കുന്നു. അതിനിടയിൽ നടൻ ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ മൊഴിയിൽ വിശദമായ പരിശോധനയ്ക്ക് പോലീസ് നീക്കം നടത്തുന്നുണ്ട്. ഇന്നലെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അൻസിബ മൊഴി നൽകിയത്. പരാതിയിൽ അൻസിബ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ സഹിൻ ആന്റണിയോട് ചോദിക്കാൻ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി തത്സമയമുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. താരസംഘടനയായ അമ്മയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഓരോ ദിവസവും ഓരോരോ പുതിയ വെളിപ്പെടുത്തലുകൾ വരികയാണ്. കഴിഞ്ഞ ദിവസം നടിമാരുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടു, ശ്വേതക്കെതിരെയൊക്കെ അതിരൂക്ഷ വിമർശനമാണ് അവർ ഉന്നയിച്ചത്, സാമ്പത്തിക തിരിമറി അടക്കം. അതിൽ ശ്വേതയുടെ പ്രതിരോധം ഈ പവർ ഗ്രൂപ്പിനെ പറഞ്ഞുകൊണ്ടാണോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. രണ്ടാമത്തേത്, അൻസിബ നൽകിയ പരാതി, അൻസിബയുടെ മൊഴി പോലീസ് എടുത്തിരുന്നു. തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് സഹിൻ? ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് സേതു, ഒരു വലിയ കുറിപ്പ് തന്നെയാണ് ശ്വേത മേനോൻ ഇട്ടിരിക്കുന്നത്. അത് ഫേസ്ബുക്ക് കുറിപ്പാണ്. അതിൽ സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് ശ്വേത മേനോൻ സംസാരിക്കുന്നത്. വലിയ രീതിയിൽ അത് ശ്വേത മേനോൻ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സാധാരണ സ്ത്രീക്ക് മലയാള സിനിമയിലെ ആ പവർ ഗ്രൂപ്പിനെ ഒരിക്കലും ഒറ്റയ്ക്ക് നേരിടാനാകില്ല. ഞാൻ അമ്മ പ്രസിഡന്റായി മത്സരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നേരിട്ട ആക്രമണങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ അത് മനസ്സിലാകുമെന്ന് അവർ പറയുന്നു. എന്തിന്, ലാലേട്ടൻ വരെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോയില്ല. അതായത് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോയതിനെക്കുറിച്ച് ശ്വേത മേനോൻ പറയുന്നുണ്ട്. ഈ കുറ്റാരോപിതർ ചെയ്യുന്ന തിരിമറികൾക്കും തട്ടിപ്പുകൾക്കും എന്തിന് ചീത്തപ്പേര് കേൾക്കണമെന്ന് മോഹൻലാൽ വരെ ചിന്തിച്ചില്ലേ എന്നുള്ളതാണ് ശ്വേത മേനോന്റെ ചോദ്യം. ഞാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിലും എൻ്റെ പോരാട്ടം ഏതെങ്കിലും സ്ഥാനങ്ങൾക്കോ വ്യക്തിപരമായ നേട്ടത്തിനോ ആയിരുന്നില്ല എന്നവർ പറയുന്നു. അമ്മയിൽ സാമ്പത്തിക തിരിമറി നടത്തിയവർക്കെതിരെയും ചില കുറ്റാരോപിതർക്കെതിരെയുമാണ് തൻ്റെ പോരാട്ടമെന്നും അവർ പറയുന്നു. എന്നെക്കുറിച്ച് എന്ത് നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും ഈ പോരാട്ടത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകില്ല. അതായത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല, അവിടെ തന്നെ തുടരും എന്നാണ് ശ്വേത മേനോൻ പറയുന്നത്. കാരണം ഇത് അമ്മയുടെയും അതിലെ സാധാരണ അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്ന് അവർ പറയുന്നു. ഇനി ഞാൻ തോറ്റുപോയാലും സാരമില്ല, കാരണം ഈ പോരാട്ടത്തിൽ ആ പവർ ഗ്രൂപ്പ് അമ്മയുടെ മെമ്പേഴ്സിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നു. അതായത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൻ ഒഴിയുന്നില്ല, താൻ പകരം പോരാട്ടം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി അമ്മ ഓഫീസിലേക്ക് കയറി പറ്റുക എന്നുള്ളതാണ്. ശ്വേത മേനോൻ കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് സ്വയം രാജി പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയത്. അതാ തൊട്ട് പിന്നാലെ ആരും വിളിച്ചില്ല എന്ന് കണ്ടതോടുകൂടി ശ്വേത മേനോൻ തിരികെ വന്നിരിക്കുകയാണ്. അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ എന്ന് തന്നെയാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഇന്നലെ നടൻ ടിനി ടോമിനെതിരെ അൻസിബ കടവന്ത്ര പോലീസിൽ മൊഴി നൽകിയത്. തനിക്കെതിരെ ഒരു വർഗീയ പരാമർശം ടിനി ടോം നടത്തിയിട്ടുണ്ട് എന്നുള്ള മൊഴിയിൽ അൻസിബ ഉറച്ചു നിൽക്കുകയാണ്. തന്നെ വളരെ മോശമായി ഇയാൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചു, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു, ഇതെല്ലാം അൻസിബയുടെ മൊഴിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ താരസംഘടനയായ അമ്മ ഇന്ന് വരെ കടന്നു പോകാത്ത പ്രതിസന്ധികളിലൂടെയും വലിയ പോരാട്ടങ്ങളിലൂടെയും വലിയ പരസ്പര തല്ലുപിടുത്തങ്ങളിലൂടെയും ഒക്കെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സേതു, ഓക്കെ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.